ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ നമ്മളെ ന്യൂ ഇയർ പ്രമാണിച്ചൊരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മളിപ്പം അംബർല ബീച്ചിലേക്ക് പോകാം കേട്ടോ. അംബർല ബീച്ചിൽ ഫയർ വർക്സും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഫുഡും അങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് അവിടെ പോയിട്ട് കുറച്ചൊരു ചില്ലി വൈബാവാൻ വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഗൈസ്, ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ലിസ്റ്റൊക്കെ ഇട്ടിട്ടാട്ടോ ഞങ്ങൾ ലാസ്റ്റ് അതിന് സ്ലേറ്റിലൊക്കെ എഴുതിയിട്ട് മറന്നു പോകാൻ എടുക്കേണ്ടി ഞങ്ങൾ മക്രൂണിയും ബിരിയാണിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫുൾ പാക്കാക്കി എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ പോവാട്ടോ. ഷൂലൈസൊന്നും കെട്ടിയിട്ടില്ല ഗൈസ്. ഭയങ്കര കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അറിയില്ല ഗൈസ് എന്താ അവസ്ഥ. അംബർല ബീച്ചിലാണ് താമസിച്ചുള്ളത്. ഇപ്പം നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കൈതച്ചക്കി നിക്കറൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സാധനം വാങ്ങാനുണ്ടെയും കൈതച്ചക്ക വാങ്ങാനുണ്ട്. ഞങ്ങൾ ഉപ്പിലിട്ടൊക്കെ തിന്നാൻ ചോദിച്ചു മുടിയും കൊണ്ട് സോ അപ്പം കൈതച്ചക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പയും ഇനും ഉറങ്ങിയിട്ടുണ്ട്. സോ പിന്നെ വീഗറൊക്കെ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഉപ്പ് മുളകൊക്കെ ഇട്ടിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ണ്ട്. സോ നമ്മൾ അംബർല ബീച്ചിൽ റീച്ച് ആയതിനു ശേഷം നമ്മളെ മന്തിരിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ അവിടെ നിരത്തി വെക്കാനും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് കേസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പിരിച്ചിട്ട് തിന്നാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് ഞങ്ങൾ മക്രൂണിയും തിന്നുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ടൂന മക്രൂണി കേട്ടോ. പിന്നെ ഞങ്ങൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മൾ ഉപ്പും മാങ്ങയും എല്ലാ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിൽ. അപ്പോൾ അതാക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യണമായിരുന്നു. ഉമ്മ കേട്ടോ കട്ടിങ് ഒക്കെ ഉള്ള ഫ്ലാസ്ക് പോലത്തെ ഒരു ബോട്ടിൽ ഞങ്ങൾ ടീ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാക്ക് അതിൻ്റെ ഇടയ്ക്ക് ടീ കൊടുത്തു. ഉപ്പ മക്രൂണി തിന്നിട്ട് ഞങ്ങളൊക്കെ എല്ലാവരും അതിൽ ഇങ്ങനെ തോണ്ടി തിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുള്ള് തിന്നിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ആക്കി തിന്നാനില്ല. അപ്പം ലാസ്റ്റ് ഞങ്ങൾ ഫയർ വർക്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ ചോദിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൈതച്ചക്ക കൊണ്ടുവന്നിരുന്നു, ക്യാരറ്റ് കൊണ്ടുവന്നിരുന്നു, കുക്കുംബർ കൊണ്ടുവന്നിരുന്നു, ഗ്രീൻ ആപ്പിൾ, യെല്ലോ മാംഗോ, ഗ്രീൻ മാംഗോ ഒക്കെ കൊണ്ടുവന്നു. എല്ലാം കൂടി ഉമ്മ ഫുള്ള് കട്ട് ചെയ്തൊരു അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ഫ്രൂട്ട്സും മിക്സാക്കി നമ്മളതിൻ്റെ ബാറ്റർ തയ്യാറാക്കട്ടെ, ഉപ്പും മുളകും ഇതൊക്കെ. അപ്പോൾ അതിൽ ചേർത്ത് ഞങ്ങൾ അച്ചാർപ്പൊടി, വിനീഗർ, ഉപ്പ് കേട്ടോ ഇതൊക്കെ മിക്സാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടോ. നല്ല അടിപൊളിയും ഗൈസ്. എന്നിട്ട് നിറച്ച് നന്നായിട്ട് നല്ല മിക്സാക്കിയതിന് ശേഷം ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ ടേസ്റ്റ് ചെയ്തു ഫസ്റ്റ് തന്നെ. പിന്നെ ലൈബോട്ടോ ടേസ്റ്റ് ചെയ്ത് അടിപൊളിയും മസ്റ്റ് ട്രൈ തന്നെ കേട്ടോ ഇത്. പിന്നെ ഉമ്മ ടേസ്റ്റ് ചെയ്തു. ഇനും ഗൈസ് സെറ്റ് ഇനും ടേസ്റ്റ് ചെയ്തിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എരിയും ചെയ്തിരുന്നു. അത്ര എരിവൊന്നുമില്ലേനു. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് ഗൈസ് അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആട്ടോ. വെറുതെ അല്ല ഇത് ട്രെൻഡായത് ഗൈസ്. എല്ലാത്തിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ടതൊക്കെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ആക്കി തിന്നുമ്പോൾ നിറച്ച് ഫ്രൂട്ട്സും ഐറ്റംസൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം അടിപൊളിയാണ് കേട്ടോ. സോ ഗൈസ്, ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഭയങ്കര തണുപ്പാണ് ഗൈസ്. എനിക്ക് ഉപ്പിലിട്ടൊക്കെ തിന്നിട്ട് മൂക്കൊക്കെ ചുണ്ട് മാത്രമായിട്ട് കൈ മരയിച്ച് ഗൈസോ. നല്ല തണുപ്പാട്ട്. 11 കാലമായിട്ടേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട് ഇങ്ങനെ. യെസ് ഗൈസ്. സോ ഇവിടെ ഫുൾ ആളാണ്, അതുകൊണ്ടിട്ടാണ് അങ്ങോട്ടൊന്നും എടുക്കാത്തത്. ഇനു ഉപ്പിലിട്ടൊക്കെ തിന്ന അടിപൊളിയുണ്ടോ. മസ്റ്റ് ട്രൈ ചെയ്യണം ഗൈസ്. ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ സെറ്റ് ഗൈസ് തന്നെ നമുക്ക് ഇപ്പോൾ കാണാം. പിന്നെ ഫുഡ് കഴിക്കാനുണ്ട്. ഞങ്ങൾ ബിരിയാണി എടുത്തിട്ടുണ്ട്, മക്രൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിലിട്ട് മെയിൻ എടുത്ത അമ്മ ഫുള്ള് ഞങ്ങൾ തിന്ന കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് അവിടെ പാർസലാക്കി.
ആളുകൾ അറിഞ്ഞാക്കാട് ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ ആ ഫയർ വർക്സ് ഉണ്ടാവും ഇവിടെ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് നോക്കും. ഗൈസ് ഇവിടെ മക്രൂണി ഉണ്ട്, പിന്നുള്ളത് ഇത് സിക്കാക്കി വെച്ചാൽ ഇതിലൂടെ അച്ചാറിൻ്റെ തൈരുണ്ട്, നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് കേട്ടോ. നമുക്ക് കഴിക്കാം, നല്ല ഉപ്പിലിട്ടേ അടുക്ക്. അപ്പം നമുക്ക് നല്ല ചിക്കൻ ബിരിയാണി ഇടാം. നല്ല നമ്മൾ കല്യാണത്തിനൊക്കെ കിട്ടുമ്പോഴത്തെ ബിരിയാണി. ഇതിന് കുറച്ച് തൈര് വയ്ക്കാം. ഇതിലേക്ക് തൈര് ഓപ്പണക്ക് എനിക്ക് തിന്ന് കുത്തിയത് നമുക്ക് കുറച്ച് തൈര് വയ്ക്കാം. നല്ല തണുപ്പൊക്കെ നല്ല ചൂടാണ് ഗായ്സ്. ഫയർ വർക്സും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് നേരം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ചപ്പം ഞങ്ങൾ നേരെ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളൊരു ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് വീഡിയോ എടുത്തുതരും. അപ്പോൾ ഉള്ള ക്ലിപ്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. ഗൈസ് ഒന്ന് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഓർമ്മയുണ്ട്.